ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഇറ്റ്സ് മീ അനിത വിത്ത് യു. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇൻട്രോയിൽ കണ്ടതുപോലെ തന്നെ ഇന്നത്തെ എൻ്റെ ഉച്ചയൂണും അതിനു വേണ്ടി ഞാൻ തയ്യാറാക്കിയിരിക്കുന്ന എന്തൊക്കെ കൂട്ടാനാണ്, കറികൾ, ഇതൊക്കെയാണ് ഇതിലൂടെ കാണിക്കുന്നത് കേട്ടോ. ഒത്തിരി കറിയും കൂട്ടാനും ഒന്നുമില്ല കേട്ടോ. അതായത് നമുക്കൊരു കുറച്ച് ചോറ് കഴിക്കാൻ വേണ്ടി ആവശ്യത്തിനുള്ള കൂട്ടാനും കറികളും മാത്രം. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ ഈ കൂട്ടാനും കറികളും ഒക്കെ നിങ്ങളെ കാണിക്കുന്നതിലൂടെ തന്നെ ഓണമൊക്കെ അടുത്ത് വരികയല്ലേ. അപ്പം ഞാൻ ഓർത്തു എൻ്റെ സ്റ്റൈലിൽ എങ്ങനെയാണ് പരിപ്പ് കറി ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന്. അപ്പോൾ ഓരോ നാട്ടിലും ഓരോ തരത്തിലാണ് ഓരോ കൂട്ടാനും കറികളും ഒക്കെ പറയുന്നത്. ഇല്ലെങ്കിൽ വെച്ചാൽ പേരുകളൊക്കെ ഒന്നാണെങ്കിലും ചിലപ്പോൾ ചില ഇടുന്ന കൂട്ടുകളിലൊക്കെ വ്യത്യാസം കാണും. അതുപോലെ ഇത് എൻ്റെ തനതായ രീതിയിലുള്ള കൂട്ടാനും കറികളുമാണ്. അപ്പം നമുക്ക് കൂട്ടാനൊക്കെ ഉണ്ടാക്കാനായിട്ട് പോയാലോ. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ ക്യാരറ്റും നമ്മുടെ പാവയ്ക്കായും എടുത്തിട്ടുണ്ട്. സാധാരണ ഉള്ളപ്പോൾ ഞാൻ ബീട്രൂട്ടും ഇടാറുണ്ട് കേട്ടോ. കാരണം എന്നാന്ന് ചോദിച്ചാൽ ബീട്രൂട്ടും ക്യാരറ്റും പാവയ്ക്കായും ഒക്കെ ശരീരത്തിന് ഒത്തിരി ഹെൽത്തി ആയിട്ടുള്ള ഒത്തിരി ന്യൂട്രീഷ്യൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിവ രാവിലെ ഉണ്ടല്ലോ നല്ല 5 കിളിമീൻ കിട്ടി. നല്ല വെളുപ്പമുള്ള മുഴുത്ത കിളിമീൻ, അതായത് നല്ല പച്ച കിളിമീൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ. അതിലെ 3 എണ്ണം എടുത്ത് കറി വെക്കാൻ വെച്ചു. 2 എണ്ണം എടുത്ത് അരച്ച് പുരട്ടി ഞാൻ വെച്ചു. കാര്യം എന്നാന്ന് ചോദിച്ചാൽ പിന്നെ വറക്കാമല്ലോ. കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് അവർക്ക് മീൻ വറുത്ത് കൊടുക്കുന്നത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പം നമുക്കിനി പരിപ്പ് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാൻ പോയാലോ. അപ്പോൾ എനിക്കിവിടെ കിട്ടിയിരിക്കുന്ന പരിപ്പ് ഇത്രയാണ് കേട്ടോ. അപ്പം നമ്മുടെ നാട്ടിലെ പരിപ്പ് ഉണ്ടല്ലോ, മഞ്ഞ കളറിലെ ഇച്ചിരി വട്ടത്തിലുള്ള. അപ്പം ആ പരിപ്പല്ല ഇത് ഇച്ചിരി നോർമൽ, വേവ് ഒത്തിരി കുറവുള്ള പരിപ്പാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ലവണ്ണം ഒന്ന് കഴുകി കഴിഞ്ഞതിന് ശേഷം കുക്കറിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കുക. അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മെഴുക്ക് പുരട്ടി റെഡിയായെന്ന് ഓടിപ്പോയി നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ എനിവേ നമ്മുടെ മെഴുക്ക് പുരട്ടിയൊക്കെ ഇങ്ങനെ മൂത്ത് റെഡി ആയിക്കൊണ്ടേയിരിക്കും. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ മീൻകറിയും നല്ലവണ്ണം തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിവേ ഇവിടെ ഇപ്പോൾ ഒരു 1 മാൻ ഷോ ആണ് നടക്കുന്ന. കാര്യം എന്നാന്ന് ചോദിച്ചാൽ എല്ലാ കാര്യങ്ങളും അടുപ്പത്ത് വെച്ച് നമ്മൾ ഒരാൾ മാത്രമേ ഉള്ളൂ ചെയ്യാൻ വേണ്ടി. പിള്ളേർ സ്കൂളിൽ നിന്ന് വരുന്നതിന് മുമ്പ് തന്നെ എല്ലാം ചെയ്ത് റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ എനിവേ നമ്മുടെ പരിപ്പ് നല്ലവണ്ണം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് സ്വല്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലവണ്ണം 2 വിസിലടുപ്പിച്ച് നമുക്ക് ഇറക്കി മാറ്റി വെക്കാം. എനിവേ നമ്മുടെ മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. ഈ സമയം കൊണ്ട് ഞാനിതിലേക്ക് ക്രഷ്ഡ് ചില്ലിയാണ് ലാസ്റ്റിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ക്രഷ്ഡ് ചില്ലി ആഡ് ചെയ്യുമ്പോഴത്തേക്ക്. അപ്പോൾ എനിവേ നമ്മുടെ മീൻകറിയും റെഡി ആയിട്ടുണ്ട്. അവസാനം ഇതിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനിയും കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇതിനെ നമുക്ക് കുറച്ച് കറിവേപ്പിലൂടെ ഇട്ട് നമുക്ക് പുറത്തേക്ക് മാറ്റി വെക്കാം കേട്ടോ. കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ, കറിവേപ്പില ഇല്ലാത്തൊരു കാര്യം എൻ്റെ ലൈഫിലില്ല. കാരണം അതിന് ഒത്തിരി ഗുണങ്ങളുണ്ട് കറിവേപ്പിലയ്ക്ക് കേട്ടോ. അത് നമുക്ക് മുടി കൊഴിച്ചിലൊക്കെ ഉള്ളവർക്ക് കറിവേപ്പില വളരെ നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഇതിൻ്റെ ബെനിഫിറ്റ്സ് കൂടുതൽ അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് ഇത്രയും കറിവേപ്പില ചേർക്കാൻ തുടങ്ങിയത് കേട്ടോ. ഫുഡിനകത്താണെങ്കിൽ ഒരു കറിവേപ്പില പോലും ഞാൻ കളയത്തില്ല. അപ്പം നമുക്ക് പരിപ്പ് കറിക്ക് വേണ്ടിയ അരപ്പുണ്ടാക്കാൻ വേണ്ടിയുള്ള തേങ്ങ നമുക്ക് ചിരകാൻ പോകാം. അപ്പോൾ എനിവേ ഈ തേങ്ങ അരപ്പിന് വേണ്ടിയിട്ട് ഞാനൊരു അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പം അവരവരുടെ പരിപ്പിൻ്റെ ക്വാണ്ടിറ്റിയുടെ ആവശ്യമനുസരിച്ചുള്ള തേങ്ങ മാത്രം ഇതിലേക്ക് എടുത്ത് വെച്ചാൽ മതി കേട്ടോ. ഞാൻ ഇതിലേക്ക് ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ അരപ്പിന് ആവശ്യമായിട്ടുള്ള 2 അല്ലി വെളുത്തുള്ളി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഒത്തിരി നമ്മൾ ക്വാണ്ടിറ്റിയൊക്കെ ചേർത്ത് ആ പരിപ്പ് കറിയുടെ ടെക്സ്ചർ തന്നെ ആ ഫ്ലേവർ അങ്ങ് മാറിപ്പോകും കേട്ടോ. അതുകൊണ്ടാണ് സ്വല്പം ജീരകം, 2 പച്ചമുളക് ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ലവണ്ണം മിക്സിയിലോട്ട് നമ്മൾ ഈ അരപ്പിനെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി നമ്മുടെ പരിപ്പ് നല്ലവണ്ണം വെന്തൊന്ന് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. കാരണം ഒന്ന് തവി വെച്ചൊന്ന് ഇളക്കുമ്പോഴത്തേക്ക് ഇത് നല്ലവണ്ണം വേകുന്നുണ്ട് കേട്ടോ. ഓൾറെഡി ഇപ്പോൾ ഈ ഒരു ടെക്സ്ചറിൽ ഇത് എത്തിക്കഴിഞ്ഞു. നല്ലവണ്ണം പറ്റി നല്ല കുറുകി നമ്മളൊരു മത്തൊന്ന് വിട്ട് അങ്ങനൊന്നും ഇളക്കേണ്ട കാര്യമൊന്നുമില്ല. ചെറിയ ഈ ഒരു തവിയുടെ കാര്യമുള്ളൂ. നല്ലവണ്ണം ഇളകി കിട്ടി. അതാ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല നേരത്തെ ഈ പരിപ്പിന് വേവ് കുറവാണെന്ന്. അപ്പോൾ ഇതും ഒന്ന് പതുക്കി ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഈ അരപ്പിനെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ എന്നിട്ട് നമ്മൾ തീ സിമ്മിൽ ഇട്ട് വെക്കുക കേട്ടോ. കാരണം എന്നു വെച്ചാൽ കൂടുതൽ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് നമ്മളിത് വേവിച്ച് കഴിയുമ്പോൾ എന്ത് വിട്ടുവെച്ചാൽ ഓൾറെഡി പരിപ്പ് കുറുകിയ സാധനമാണ്, അടി കരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം നമുക്കിനി കടുക് താളിക്കാൻ പോയാൽ പരിപ്പിനുള്ള ഒരു പാൻ വെച്ച് അതിലേക്ക് 2 സ്പൂണ് നെയ്യ് നമുക്ക് ആഡ് ചെയ്യുക. അപ്പം ഞാൻ എപ്പോൾ പരിപ്പ് കറി ഉണ്ടാക്കിയാലും ഞാൻ നെയ്യിട്ടാണ് ഞാൻ കടുക് താളിക്കുന്നത്. എനിക്ക് ഈ നെയ്യ് എൻ്റെ അമ്മയാണ് കൊടുത്ത് വിട്ടത് നാട്ടിൽ നിന്ന് കേട്ടോ. കാരണം ഈ നെയ്യ് അങ്ങോട്ട് ഇടുമ്പോഴത്തേക്ക് മണമൊക്കെ അങ്ങ് പരക്കും. പക്ഷേ കടുക് പൊട്ടിക്കുന്ന വീഡിയോ ഇതിന് പോസായി പോയതിന് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ എനിവേ എന്നാലും ഞാൻ പറയാം, നെയ്യ് നല്ലവണ്ണം അങ്ങോട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്ക് കടുക് ഇട്ട് പൊട്ടിച്ചതിന് ശേഷം വറ്റൽമുളക് ഇട്ട് കൊടുക്കുക, ചെറിയുള്ളി ഇടുക,
കറിവേപ്പില ഇടുക. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു ലൈറ്റ് ബ്രൗൺ കളറായി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി ആഡ് ചെയ്യാം. പക്ഷെ ഞാനിപ്പോൾ ഇതിലേക്ക് സ്വല്പം മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പരിപ്പ് കറിയെക്കുറിച്ച് പറയുമ്പോൾ ചില നാട്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുമുണ്ട്, ഞാൻ കഴിച്ചിട്ടുമുണ്ട് തക്കാളിക്ക് ആഡ് ചെയ്യുന്നത്. പക്ഷെങ്കിൽ ആ പരിപ്പ് കറിയുടെ ഒരു ഒത്തൻറ്റിക് ടേസ്റ്റ്, ആ ഒരു ഫ്ലേവറൊക്കെ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്യുവർ പരിപ്പ് തന്നെ ഇട്ടാലേ വരും. നമ്മൾ ആ ടൊമാറ്റോയോട് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു പുളിപ്പൂടെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഇതങ്ങ് മാറത്തില്ലേ. അപ്പം ചപ്പാത്തിക്കൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കടുവൊക്കെ താളിച്ചത് റെഡി ആയി കഴിഞ്ഞു. നമ്മളിനി ഇതിലേക്ക് താളിച്ചെടുത്ത് ഒഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിന് ശേഷം ഒരു 2 മിനിറ്റ് കൂടെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതിനെ നമ്മളൊന്ന് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കണം. ഓൾറെഡി വെന്തതാണ്, എങ്കിലും ആ ഇട്ട അരപ്പും ആ കടുവും എല്ലാം ഇതിലേക്കൊന്ന് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടല്ലോ. അപ്പം നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഇങ്ങനെയൊക്കെയാണോ നിങ്ങൾ പരിപ്പ് കറിയൊക്കെ വെക്കുന്നതാ? ആണെന്നുണ്ടെങ്കിൽ എന്നോട് കമൻറ്റിലൂടെ പറയണേ. നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നു എന്നുണ്ടെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്കിനി മീൻ വറക്കാൻ പോയാലോ? അപ്പം ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു പാനിലെ അടുത്തേക്ക് സ്വല്പം എണ്ണ ഒഴിച്ച് എണ്ണ നല്ലവണ്ണം ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്ത് നമുക്ക് മീൻ ഇതിലേക്ക് വറക്കാൻ വേണ്ടി ഇടാം. നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഈ ഇടുന്ന കറിവേപ്പിലയുടെ കൂട്ടത്തിൽ തന്നെ ഒരു വെളുത്തുള്ളിയുടെ നമ്മൾ ക്രഷ് ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്ലേവറുടെ ഇതിൽ നമുക്ക് ഇച്ചിരി മുന്നോട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കുക്കിങ്ങിൻ്റെ വീഡിയോകൾ, അതായത് എൻ്റെ സംസാരം, ഞാൻ ഇടുന്ന കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പിന്നെ നമ്മുടെ മീൻ ഇപ്പോൾ ഇപ്പം ഫ്രൈ ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഈ സമയം കൊണ്ട് നമ്മുടെ മീൻകറി റെഡിയായി, മെഴുക്ക് പുരട്ടി റെഡിയായി, നമ്മുടെ പരിപ്പ് കറി റെഡിയായി. ഓക്കെ, അപ്പം ഇത്രയൊക്കെ റെഡിയായി. ഇപ്പം പരിപ്പ് കറി എന്ന് പറയുമ്പം പിന്നെ പപ്പടം ഇല്ലെങ്കിൽ എന്താ ഇല്ലേ? പപ്പടം ഉണ്ടെങ്കിലേ നമുക്ക് പരിപ്പ് കറിക്ക് ഒരു ടേസ്റ്റ് വരത്തുള്ളൂ ഭക്ഷണത്തിന് കഴിക്കാനില്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പം കുറച്ച് പപ്പടം കൂടെ ഇതൊക്കെ ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് അങ്ങ് തോന്നി ചെയ്യുന്നതാണ് കേട്ടോ. ഇതുകൂടെ ഉണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ആവുമല്ലോ ഫുഡ് കഴിക്കാനെന്ന് ഓർത്തുകൊണ്ട്. അപ്പോൾ നമുക്ക് പപ്പടം കൂടെ കാച്ചി വെക്കാം. ഇവിടെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് 2 പേർക്കും പപ്പടം കണ്ടു കഴിഞ്ഞാൽ പിന്നെ കോമ്പറ്റീഷനാണ്. അതുകൊണ്ടൊരു 10 പപ്പടം ഒന്നും പൊള്ളിച്ച് വെച്ചാൽ ശരിയാകത്തില്ല. സാറക്കുട്ടി 5 എടുത്ത് എമ്മാനുവലിന് 6 വേണം, ആ ഒരു കണക്കിലാണ്. അപ്പോൾ നമ്മുടെ കൂട്ടാനും കറികളും ഒക്കെ റെഡിയായി കഴിഞ്ഞു. നമ്മൾ ചോറൊക്കെ എടുത്ത് ഞാനൊരു 2 തവി ചോറെടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ആവശ്യത്തിന് അങ്ങോട്ട് നല്ല ചൂട് ചോറെടുത്ത് അതിലേക്ക് ആവശ്യത്തിന് പരിപ്പ് കറി അങ്ങോട്ട് ഒഴിച്ച് പപ്പടം കൂടെ വെച്ച് ഇളക്കി നമ്മുടെ മെഴുക്ക് പുരട്ടിയും വെച്ച് മീൻകറിയൊക്കെ ഒഴിച്ച് കഴിക്കാനൊരു പ്രത്യേക ടേസ്റ്റാണ്. പക്ഷേ കോമ്പിനേഷൻ എന്ന് പറയുമ്പം ഈ മെഴുക്ക് പുരട്ടിയെക്കാട്ടിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ക്യാബേജ് തോരനാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ക്യാബേജ് തോരനോടൊക്കെ വെച്ച് നിങ്ങൾ ഉണ്ടാക്കി കഴിക്കണം. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ അച്ചാർ എനിക്കിവിടെ ഉണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നാരങ്ങ അച്ചാറോ മാങ്ങാച്ചാറോ ഒക്കെ നിങ്ങൾ കൂട്ടി കഴിക്കാവുന്നതാണ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ടിൽ ദെൻ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.